dear students, welcome back to EduPod. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പല സ്റ്റുഡൻസും നമ്മളടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, സർ എങ്ങനെയാണ് സ്കൂളും കോച്ചിങ്ങും സെൽഫ് സ്റ്റഡിയും ഒക്കെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുന്നതിലൂടെ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് പല സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചും മനസ്സിലാക്കി. ഇവൻ കേരള റാങ്ക് 1 വാങ്ങിയ ഒരു സ്റ്റുഡൻറ്റ് എന്നോടൊപ്പം NIT കാലിക്കറ്റിലാണ് പഠിക്കുന്നത്. സോ അവനൊക്കെ ആയിട്ട് സംസാരിക്കും. അവനും ഇതേപോലെ സ്കൂള്, കോച്ചിങ്, സെൽഫ് സ്റ്റഡി ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയിട്ടാണ് അവനൊക്കെ ആക്ച്വലി NIT കാലിക്കറ്റിൽ എത്തിയിട്ടുള്ളത്. ദെൻ കേരള റാങ്ക് 1 കൂടിയായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ മെയിൻലി പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് 24 മണിക്കൂർ മാത്രമേ എല്ലാവർക്കും ഉള്ളൂ എന്നുള്ളതാണ്. സോ സ്കൂള് പ്ലസ് കോച്ചിങ്, അതോടൊപ്പം തന്നെ സെൽഫ് സ്റ്റഡി, ഇവയെല്ലാം ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു അടിപൊളിയായിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ അടിപൊളിയായിട്ടുള്ള റാങ്കുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ പല വിദ്യാർത്ഥികളുടെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി അവർ സ്കൂൾ കഴിഞ്ഞാൽ കോച്ചിങ്ങിന് പോകും. കോച്ചിങ്ങിന് കഴിഞ്ഞ് വന്നാൽ ക്ഷീണമായിട്ട് വീട്ടിലെത്തുമ്പോഴേക്ക് സെൽഫ് സ്റ്റഡിക്ക് സമയമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മാനറിൽ നമ്മൾ പോയാൽ ആക്ച്വലി നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിൽ ആ ഒരു അപ്പർ എഡ്ജ് എന്ന് പറയുന്ന സാധനം കിട്ടൂല. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, മെയിൻലി പലർക്കും ഉള്ള തെറ്റ് എന്ന് വെച്ചാൽ സ്കൂള് മാത്രം അല്ലെങ്കിൽ കോച്ചിങ് മാത്രം എന്നുള്ളതാണ്. ഇത് രണ്ടും ഒറ്റയ്ക്ക് മതിയാവില്ല. ഇതിൻ്റെ കൂടെ നമ്മുടെ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഈസ് മാൻഡേറ്ററി. സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ദെൻ വിജയികളുടെ ഫോർമുല എന്താണ് എന്ന് ചോദിച്ചാൽ, സ്കൂളുകളിൽ നിന്ന് എന്ത് ചെയ്യും അവർ കോൺസെപ്ഷ്യലി കോൺസെപ്റ്റുകൾ, അതായത് സ്കൂൾ ലെവൽ, ബോർഡ് എക്സാം ലെവൽ കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. ദെൻ കോച്ചിങ്ങിന് മാക്സിമം പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ദെൻ അവർ വീട്ടിൽ വന്നതിന് ശേഷം അത് റിവൈസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിലത്തെ ക്വസ്റ്റ്യനുകൾ മാക്സിമം ചെയ്തും നോക്കും. അപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് ചേർന്നാലാണ് എന്തുണ്ടാവുന്നത്, ദി ഗോൾഡൻ സക്സസ് ഫോർമുല എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നമ്മൾ പ്രതീക്ഷിച്ച കോളേജുകളിലേക്ക് എത്താനുള്ള റാങ്കുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള സക്സസ് ഫോർമുല എന്ന് പറയുന്നത്, അഥവാ സക്സസ് മന്ത്ര എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇനി സ്കൂളിൽ നമ്മൾ എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സ്കൂളിൽ തന്നെ ഇപ്പോൾ ഒരുപക്ഷെ സ്കൂളിൽ നമുക്ക് NCERT ലെവലിൽ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞുകൊള്ളണം എന്നില്ല. എങ്കിൽ പോലും നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കുമായിട്ട് സ്കൂളിൽ പോയിട്ട് ആ ഒരു NCERT മാക്സിമം മാസ്റ്റർ ചെയ്യുക സ്കൂളിൽ നിന്ന് തന്നെ. ദെൻ കോർ സബ്ജക്റ്റുകളിൽ നല്ല കോൺസെപ്ച്വലി തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവൻ ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്കൂളുകളിൽ നിന്ന് തന്നെ ചെയ്യുക. അതായത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, കേരള റാങ്ക് 1 കിട്ടിയ സ്റ്റുഡൻറ്റ് മെയിൻലി പറഞ്ഞ സാധനമാണ് ബോർഡ് എക്സാം പ്രിപ്പറേഷൻ ഞാൻ ആ ഒരു സ്കൂളിൻ്റെ ഇൻ ബിറ്റ്വീൻ ടൈംസിലും മറ്റുമൊക്കെ ആയിട്ട് അവിടെ നിന്ന് തന്നെ തീർക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് അതിലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഈ 4th പോയിന്റ് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് താനേ വന്നോളും എന്നാണ് ഞാൻ പറയുന്നത്. ദെൻ രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത്, കോച്ചിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ മാക്സിമം അഡ്വാൻസ്ഡ് ലെവൽ ഓഫ്, അതായത് അഡ്വാൻസ്ഡ് പ്രോബ്ലംസ്, അതായത് നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ മുകളിൽ നിൽക്കുന്ന പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. സ്മാർട്ടായിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം സ്ട്രാറ്റജി ഉണ്ടാക്കുക. അതോടൊപ്പം അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റും കൂടെ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു കോച്ചിങ് ആ ഒരു രീതിക്കുള്ള സാധനത്തിലേക്ക് നിങ്ങൾ ഏർപ്പെട്ടാൽ. ദെൻ സെൽഫ് സ്റ്റഡി ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ലേണിംഗ് ഒരിക്കലും സെൽഫ് സ്റ്റഡി ഇല്ലാതെ കംപ്ലീറ്റ് ആവുകയില്ല. നമ്മൾ അത് അപ്ലൈ ചെയ്ത് പഠിക്കാനും, അതായത് ജസ്റ്റ് ഒരു ക്ലാസ് കേട്ടു അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള സാധനങ്ങൾ ഒരുപക്ഷെ നമുക്ക് അപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു നമ്മൾ ചിന്തിച്ച് നമ്മൾ തന്നെ ആ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, അഥവാ നമുക്ക് എത്രത്തോളം ആ ഒരു ബ്രെയിനിന് നമ്മൾ പണി കൊടുക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ ഒരു വലിയും, അതായത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിക് തിയറി എന്നൊക്കെ പറയും, ആ സംഭവം നമുക്ക് തന്നെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്കൊരു മെൻ്റൽ ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. ആ മെൻ്റൽ ഗ്രോത്തിന് ഒരിക്കലും ലേണിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിന് നമ്മൾ സെൽഫ് സ്റ്റഡി നിർബന്ധമാണ്. പിന്നെ പഠിച്ച കാര്യങ്ങൾ ലോങ് ടേം ആയിട്ട് മെമ്മറിയിലേക്ക് പോവുകയുമില്ല. നമ്മളൊരു സാധനം ഒരുപാട് തവണ ക്ലാസ് കേൾക്കുന്നതിന് പകരം ഒരു തവണ ക്ലാസ് കേൾക്കുകയും അത് ഒരുപാട് തവണ നമ്മൾ സെൽഫ് സ്റ്റഡി നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയത്ത് ഏറ്റവും കൂടുതൽ ആ ഒരു ടൈം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുക ഒരു വട്ടം ക്ലാസ് കേൾക്കുക. ദെൻ ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുക, സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ദെൻ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾ, അതായത് ഒരു നോർമൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു 7 hours അവന് എന്തിനു വേണ്ട, ഒരു സ്കൂളിന് വേണ്ട വരും. ദെൻ 2 hour അവനൊരു ഡെയിലി, ഒരു പക്ഷേ ഡെയിലി അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ മാത്രം കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കോച്ചിങ് ഓൺലൈൻ ക്ലാസ്സുകൾ വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ ഡെയിലി ബേസിലോ എല്ലാ രീതിയിലും ഉള്ള ആൾക്കാരുണ്ടാവും. ഇവിടുന്ന് ഞാനൊരു ജനറലൈസേഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു 2 hour ഡെയിലി ഞാൻ മാറ്റി വെക്കുകയാണ്, നമ്മൾ ഡെയിലി കോച്ചിങ്ങിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. ദെൻ ഒരു 3 hour മിനിമം, ഞാനൊരു മിനിമം എന്നുള്ള രീതിക്കാണ് ഒരു 3+ എത്രത്തോളം പറ്റുമോ അത്രത്തോളം ബെറ്റർ, ഗുഡ്.
അപ്പോൾ ഒരു 3 ഹവർ ഒരു സെൽഫ് സ്റ്റഡിക്കും വെക്കുകയാണ്, ഒരു 7 ഹവർ നമ്മൾ സ്ലീപ്പിനും കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് പോയാൽ അത്യാവശ്യം ഒരു ഞാൻ പറഞ്ഞത് ഈ സെൽഫ് സ്റ്റഡിയിൽ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക, മാക്സിമം റിവൈസ് ചെയ്യുക, ആ രീതിയിലേക്ക് നിങ്ങൾ ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷനിലേക്ക് പോകണം. പിന്നെ വീക്കെൻഡുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ വീക്കെൻഡുകളിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് ചില ആൾക്കാർക്ക് വീക്കെൻഡിൽ കൂടുതൽ ക്ലാസ്സുകൾ വരും, ചില ആൾക്കാർക്ക് വീക്കെൻഡുകൾ അത്യാവശ്യം ഫ്രീ ആയിരിക്കും. അപ്പോൾ ഒരു നോർമൽ ഒരു ജനറലൈസേഷൻ എന്നുള്ള രീതിക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു റിവിഷൻ നമ്മൾ മാക്സിമം എത്രത്തോളം ഒരു ഡേ ബൈ ഡേ റിവിഷൻസ് നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്യുക. അതായത് ഈവൻ ദോ നമ്മുടെ മൺഡേ മുതൽ സാറ്റർഡേ വരെ എടുത്ത ടോപ്പിക് അല്ലെങ്കിൽ മൺഡേ മുതൽ ഫ്രൈഡേ വരെ എടുത്ത ടോപ്പിക് എങ്കിലും നമ്മൾ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ എത്രത്തോളം ആവുന്നോ അത് നമ്മുടെ എത്രത്തോളം പ്ലസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ റാങ്ക് ബൂസ്റ്റ് ആവും. ദെൻ ഇൻറ്റൻസീവ് PYQ പ്രാക്ടീസ്. നിങ്ങൾ JEE ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ JEE മെയിൻ്റെ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ കീമിൻ്റെ പ്രീവിയസ് ഇയർ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജുകളിൽ നിങ്ങൾ കീം പ്ലസ് JEE മെയിൻ ആ ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്യുക. ദെൻ അൾട്ടിമേറ്റ്ലി JEE മെയിൻ JEE അഡ്വാൻസ് ആ ഒരു ലെവലിലേക്ക് പോവുക. പിന്നെ ഇൻറ്റൻസീവായിട്ട് അല്ലെങ്കിൽ നീറ്റ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നീറ്റിൻ്റെ PYQ നിർബന്ധമായിട്ടും ചെയ്തിരിക്കുക. പിന്നെ ഒരു റെഗുലറായിട്ട് പറ്റുകയാണെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ്, ഇനീഷ്യൽ സ്റ്റേജുകളിൽ നമ്മൾ അധികം മോക്ക് ടെസ്റ്റ് എടുക്കണമെങ്കിൽ പോലും ഒരു കുറച്ച് അങ്ങോട്ട് കഴിയുന്നതിനനുസരിച്ച് ഓരോ ചാപ്റ്ററുകൾ കഴിയുന്നതിനനുസരിച്ച് മറ്റുമൊക്കെ ആയിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റിലേക്കും പോവുക. പിന്നെ ഓരോ വീക്കിലും നിങ്ങൾ ഓരോ ടോപ്പിക്കുകൾ ടാർഗറ്റ് ചെയ്യുക. ഇത്രയും ടോപ്പിക്കുകളെങ്കിലും ഞാൻ റിവൈസ് ചെയ്ത് തീർക്കും, അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്കുകൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ മുമ്പേ കഴിഞ്ഞതിൻ്റെ റിവിഷനും കൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. പിന്നെ ആ വീക്കിൽ കഴിഞ്ഞതിൻ്റെ ടോപ്പിക്കുകളുടെയും റിവിഷൻ പ്ലാൻ ചെയ്യുക. പിന്നെ റാങ്ക് നശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ കാലത്ത് ഒന്നാമത്തെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമാണ്. മാക്സിമം ഇൻസ്റ്റഗ്രാമിൻ്റെ യൂസ് കുറക്കുക, പറ്റുകയാണെങ്കിൽ ഒഴിവാക്കുക. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ആവശ്യമില്ലാത്ത ഒരുപക്ഷെ ആവശ്യമുള്ള കണ്ടൻറ്റുകൾ ഒരുപാട് ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരും, ആവശ്യമില്ലാത്ത കണ്ടൻറ്റുകൾ യൂട്യൂബുകളിൽ കാണുക എന്നുള്ളത്. മറ്റൊന്ന് പ്രൊക്കാസ്റ്റിനേഷനാണ്. ഇനിയിപ്പോൾ വയ്യ, ഇനിയിപ്പോൾ സ്കൂളിൽ നിന്ന് വന്നല്ലേ, ഇന്നല്ലേ സ്കൂൾ പരിപാടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ വയ്യ, ഒരു മടി അല്ലെങ്കിൽ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക. ദെൻ ടു മെനി സ്റ്റഡി മെറ്റീരിയൽസ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഏതാണോ എക്സാം എഴുതുന്നത് അതിൻ്റെ PYQ പ്ലസ് പറ്റുകയാണെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ബുക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഇപ്പോൾ എജുപോഡിൻ്റെ ആണെങ്കിൽ എജുപോഡിൻ്റെ സ്റ്റഡി മെറ്റീരിയലോ മറ്റോ യൂസ് ചെയ്യാം. അല്ലാതെ ഒരുപാട് ബുക്സിലേക്ക് പോയാൽ നമുക്കൊരു താളോ ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. കാരണം ഒരുപാട് ബുക്സ് ആകുമ്പോൾ നമ്മൾ പല പല ഏരിയയിൽ നിന്നും ചിലപ്പോൾ ഒരേ ടോപ്പിക്കിൽ നിന്നായിരിക്കും എല്ലാ ബുക്സുകളിൽ നിന്നും എടുത്ത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എല്ലാ ഏരിയകളിലെയും ക്വസ്റ്റ്യനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവുകയില്ല. ദെൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, സ്കൂളിൽ നിന്ന് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ലേൺ ചെയ്യുക. ദെൻ കോച്ചിങ്ങിൽ പ്രാക്ടീസ് ചെയ്യുക. ദെൻ നമ്മൾ വീട്ടിൽ വന്ന റിവിഷൻ പ്ലസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് എന്നുള്ള മോഡിലേക്ക് പോകാൻ മാക്സിമം ട്രൈ ചെയ്യുക. ദെൻ ഹവേഴ്സ് അല്ല, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 3 ഹവർ അല്ലെങ്കിൽ 4 ഹവർ 5 ഹവർ ആ ഒരു രീതിക്കെങ്കിലും ഒരു ഡേ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഹവേഴ്സ് മാത്രമല്ല, ഹവേഴ്സിലെ ക്വാളിറ്റി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ 10 മണിക്കൂർ വെറുതെ പഠിക്കുന്നവനല്ല ജയിക്കുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം ഒരുപാട് റിപ്പീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു പക്ഷേ 10 മണിക്കൂറിലധികം പഠിക്കാനിരിക്കുന്നുണ്ടാവും, പക്ഷേ ഇഫക്റ്റീവ്ലി അവർ പഠിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നവരാണ് വിജയിക്കുക എന്നുള്ള മനസ്സിലാക്കിയിട്ട് മാക്സിമം ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ബാലൻസ് ആണ് സീക്രട്ട്. അതായത് സ്കൂൾ എക്സാം, കോച്ചിങ്, സെൽഫ് സ്റ്റഡി, ഇത് മൂന്നും ചേർന്നാൽ മാത്രമാണ് സക്സസ്ഫുൾ ആവുക എന്നുള്ളതറിയാം. അപ്പോൾ ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളും കൂടുതൽ പേരും ഇത് മൂന്നും ഒരേപോലെ ബാലൻസ് ചെയ്ത ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കുക, ബിസി ആയത് കൊണ്ടല്ല നിങ്ങൾക്ക് റാങ്ക് കിട്ടുന്നത്, കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾക്കും റാങ്ക് കിട്ടുക. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ പ്രോസസ്സ് എല്ലാ ദിവസവും ചെയ്യുന്നവർക്ക് ഞാൻ എന്തായാലും ഷുവർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നിങ്ങൾ കൺസെപ്ച്വലിയും കൂടിയാണ് പഠിക്കുന്നതെങ്കിൽ. സോ നിങ്ങൾ ഏതാണോ എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, സോ ഐ വിൽ ക്രാക്ക് ദി എക്സാം. നീറ്റ് ആണെങ്കിൽ നീറ്റ്, അല്ലെങ്കിൽ JEE ആണെങ്കിൽ JEE എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ബൈ.